പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂട് 1975 ഇറങ്ങിയ ഒരു മലയാള സിനിമയാണ് അഭിമാനം. പ്രേം നസീറാണ് നായകൻ. ശാരദയും സുകുമാരിയമ്മയും അഭിനയിച്ചിട്ടുണ്ടതിൽ. സിനിമയുടെ ഡയറക്ടർ ജെ ശശികുമാർ ആണ്. സംഗീതം നൽകിയത് എ ടി ഉമ്മർ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാമെന്ന മനോഹരമായ ആ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസാണ്. അതിൻ്റെ വരികളോ മഹാനായ നമ്മുടെ കവി ശ്രീകുമാരൻ തമ്പി സാറും. ഞാൻ ഈ സിനിമ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഥ, ഈ കാലഘട്ടത്തിലെ യുവാക്കളും യുവതികളും ഒരിക്കൽ കൂടി ഈ സിനിമ കാണണം. വളരെ പ്രസക്തമായ ഒരു ചെറുപ്പക്കാരൻ ആദ്യമൊരു പ്രണയത്തിൽ അകപ്പെടുന്നു. പക്ഷെ എന്തുകൊണ്ടും അദ്ദേഹത്തിന് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതിന് കാരണങ്ങളുണ്ട്. വളരെ നന്മകളുള്ളൊരു ചെറുപ്പക്കാരനാണ്, മൂല്യബോധമുള്ള ആളാണ്. അങ്ങനെ രണ്ടാമത് അദ്ദേഹം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ആ സ്ത്രീയോട് അദ്ദേഹത്തിന് പ്രണയമുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കുറ്റബോധം അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ കുറ്റബോധത്തിൻ്റെ ആ ഡെപ്ത് ഉണ്ടല്ലോ, അയാൾ ജീവിതം കൊണ്ട്, കണ്ണീര് കൊണ്ട് മാപ്പപേക്ഷിക്കുകയാണ് അവരോട്, ഭാര്യയോട്. അപ്പോൾ സിനിമ എന്തായാലും ഒന്ന് കാണണം. ഞങ്ങളുടെ പ്രണയത്തിൻ്റെ പേരിൽ നടക്കുന്ന പേക്കൂത്തുകളുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരിക്കണം അത്തരം സിനിമകളൊക്കെ. കാരണം പഴയ പല സിനിമകളും ഒരുപാട് മൂല്യങ്ങളെ, ഇപ്പം ഞാൻ അക്ബർ സ്നേഹക്കൂട് നിങ്ങൾക്കറിയാം, ഞാൻ ഇത്തരം വീഡിയോസൊക്കെ ധാരാളം ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസ്, ആത്മീയത, പ്രണയം, സ്നേഹം, കമ്പാഷൻ. അപ്പോൾ മനുഷ്യൻ്റെ പൂർണ്ണമായൊരു അവസ്ഥയിൽ ഇപ്പോഴും എത്തിയിട്ടില്ല, എവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഫിസിക്കൽ എവല്യൂഷനെ കുറിച്ചല്ല, മറിച്ച് ആത്മീയമായൊരു ഇവോൾവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സാധ്യതകൾ, അതിന് ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അൺലിമിറ്റഡ് ആണ്. അനന്തമായ സാധ്യതകളാണ്. ലവിങ് ആവാൻ, കമ്പാഷനേറ്റ് ആവാൻ, ഹെൽപ്പിംഗ് ആവാൻ മനുഷ്യന് അനന്തമായ സാധ്യതകളുണ്ട്. അത് എൻ്റെ സാധ്യതകളെ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. എവിടെ എത്തിയിട്ടില്ല. നിങ്ങൾക്കും അനന്തമായ സാധ്യതകളുണ്ട്. നല്ല മനുഷ്യൻ എന്നതിനൊരു സ്ക്വയറിനകത്ത്, ചതുരത്തിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താനൊന്നും കഴിയില്ല ഡെഫിനേഷൻ കൊടുത്തിട്ട്. കാരണം അത് അൺലിമിറ്റഡാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണണം, എൻ്റെ വീഡിയോസ് എല്ലാം പൂർണ്ണമായിട്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് വിനീതമായിട്ട് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ പൂമേനി തൊടുകയില്ല. പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ പൂമേനി തൊടുകയില്ല.
അമ്പലപ്പൂ പോൽ വിശുദ്ധ മാമദരം ചുംബിച്ചുലയ്ക്കുകില്ല ഞാൻ, ചുംബിച്ചുലയ്ക്കുകില്ല. ചൂടാത്ത കൃഷ്ണ തുളസിയല്ലേ നീ, വാടിയ നിർമാല്യം ഞാൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. ദുഃഖത്തിൻ നിഴലായി മാറിയ ഞാൻ നിന്റെ കൊട്ടാരം പരിചാരകൻ. ദുഃഖത്തിൻ നിഴലായി മാറിയ ഞാൻ നിന്റെ കൊട്ടാരം പരിചാരകൻ. കുങ്കുമക്കുറിയുടെ മാഹാത്മ്യം കാണാൻ തപസ്സു ചെയ്യും നിൻ സേവകൻ, തപസ്സു ചെയ്യും നിൻ സേവകൻ. പാടാത്ത ഭക്തി ഗീതമല്ലേ നീ, ഇടറിയ സ്വരധാര ഞാൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി, മാപ്പു തരൂ എനിക്കു നീ, മാപ്പു തരൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. ഇപ്പോൾ ഒരു ഗായകനൊന്നുമല്ല, പക്ഷെ പാടാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇഷ്ടമുള്ളത് ചെയ്യുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രണയിക്കുന്നവരോടും വിവാഹം കഴിച്ചവരോടും ഇനി വിവാഹിതരാവാൻ പോകുന്നവരോടും ഈ സിനിമ നിങ്ങളൊന്ന് കാണണം. താങ്ക് യു വെരി മച്ച്. അക്ബർ സ്നേഹക്കോട്.